ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ശേഷം പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഊറ്റിയെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി പൊടിച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇളം ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതേമാതിരി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതേമാതിരി കുഴച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ 1 കപ്പ് പൊടി കൊണ്ട് 6 ഉരുളകളാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിക്കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അത് 1 സ്പൂൺ വെച്ചിട്ട് മെല്ലെ വെച്ച് കൊടുക്കാം. വല്ലാതെ അരികിലേക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് പുറത്തേ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ഒന്ന് ഇതേമാതിരി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. തലപ്പം ഒന്ന് കൈവച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതേമാതിരി പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇത് പ്രയാസമാണെങ്കിൽ 2 ഉള്ളം കൈയിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതേമാതിരി എല്ലാതും ചെയ്തെടുക്കാം. വല്ലാതെ അങ്ങ് പരത്തിയെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു
പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഞാനിവിടെ ദോശക്കല്ലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയിട്ട്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടാകും. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഉള്ളു വേവാത്ത മാത്രമേ ഉണ്ടാവും കേട്ടോ. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. എല്ലാതും ഇങ്ങനെ തിരിച്ചിട്ട ശേഷം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറുഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതേമാതിരിയുള്ള ഒരു ഓട്ടയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളു വേവാത്ത മാതിരി ഉണ്ടാവും. ഈ ഒരു പലഹാരം കുറച്ച് കട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം എന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.